തളപതി വിജയുടെ ആ ഓറ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർഡോ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അതായത് ജാനുവരി 9 ജനനായകൻ റിലീസ് ചെയ്യേണ്ടതായിരുന്നു. ബട്ട് സെൻസർ ഇഷ്യൂസും അങ്ങനെ വേറെ പൊളിറ്റിക്കൽ അജണ്ടയും പ്രൊപ്പഗണ്ടയൊക്കെ വെച്ച് സിനിമ ഇതുവരെ റിലീസായിട്ടില്ല. ഡിലേ ആവുന്നുണ്ട്, കോർട്ട് ഹിയറിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്താണ്, പൊങ്കലിന് തളപതിയുടെ ഏതെങ്കിലും ഒരു സിനിമ ഇട്ടാലോ എന്ന് വി ക്രിയേഷൻസ് കലൈപ്പുള്ളിയസ്ഥാനു പ്രൊഡ്യൂസർക്ക് ഒരു ഓർമ്മ വന്നു. അങ്ങനെ പുള്ളി ആലോചിച്ചതാണ് തെറിയിടാമെന്ന്. അതിനു മുമ്പേ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാനുവരി 9 മെർസലിടാം, കത്തിയിടാം, തുപ്പാക്കിയിടാം, ഏതെങ്കിലും ഒരു സിനിമ റിലീസ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു ഓളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ജാനുവരി 15 പൊങ്കലിനായിട്ട് ഞാൻ തെറി അങ്ങ് വേൾഡ് വൈഡ് റിലീസ് ചെയ്യുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അത് ഓക്കെ വന്ന് ടിക്കറ്റൊക്കെ കൊടുക്കാമെന്നുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നപ്പോഴാണ് പുതിയ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സിനിമ, അതായത് റിലീസ്, പഴയ പടമാണ് തെറി, തളപതിയുടെ പഴയ പടമാണ്, അപ്പോൾ റിലീസ് മാറ്റി വയ്ക്കണം, ഞങ്ങളുടെ പുതിയ സിനിമകൾ റിലീസ് ചെയ്യാറുണ്ട് പൊങ്കലിന്, അപ്പോൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻസ് ഇനി കിട്ടില്ല, അതുകൊണ്ട് ദയവേ അത് മാറ്റി വയ്ക്കണമെന്നാണ് പറയണത്. ദ ആക്ടർ ഈസ് സോ ഗോട്ടഡ്. ഈ സമയങ്ങളിൽ ഒരു ഗോട്ട് എലവേഷനാണ്, അതായത് വെറും ഒരു റിലീസ് പടമാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവും, കാരണം തളപതി വിജയുടെ റിലീസാണ്, പോരാതെ സിറ്റുവേഷൻസ് ഒക്കെ ഇങ്ങനെയാണ്, ആ ഒരു റിലീസ് മതിയാവും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ. അപ്പോൾ ഈ സമയങ്ങളിൽ പുതിയ സിനിമകൾ ഇറങ്ങിയാൽ അവർക്ക് ബുദ്ധിമുട്ടാവുന്നു, അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവർ റിക്വസ്റ്റ് ചെയ്തതാണ് കലൈപ്പുള്ളിയസ്ഥാനു പ്രൊഡ്യൂസറിൻ്റെ റിലീസ് ചെയ്യരുത്, ഞങ്ങളുടെ പുതിയ സിനിമകൾ വരാറുണ്ട്. ഇതിന്നും വലിയ എലവേഷൻ ഏത് നടന് കിട്ടും ഗൈസ്, നിങ്ങൾ പറ.